മലമ്പുഴ കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഉദ്യാനമാണ് കാഞ്ഞിരപ്പുഴ. അഗളി കുന്നുകൾക്ക് സമീപമായി വെറ്റിലച്ചോല എന്ന് വിളിക്കുന്ന നിത്യഹരിത വനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ നീല ജലാശയം പ്രകൃതി സ്നേഹികളുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും പ്രിയപ്പെട്ട ഇടമാണ്. ജലാശയത്തിൻ്റെ 3 വശവും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഭാരതപ്പുഴയുമായി ചേർന്ന തൂതപ്പുഴയുടെ കൈവഴിയായ കാഞ്ഞിരപ്പുഴയിലാണ് കാഞ്ഞിരപ്പുഴ ഡാം ഉള്ളത്. ജലസേചനത്തിനായി നിർമ്മിച്ചിട്ടുള്ള കാഞ്ഞിരപ്പുഴ ഡാം പാലക്കാട് ജില്ലയിലെ ഏകദേശം 24,000 ഏക്കർ സ്ഥലത്ത് ഈ ഡാമിലെ ജലം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക്. പാലക്കാട് ജില്ലയെ കേരളത്തിൻ്റെ നെല്ലറയാക്കി മാറ്റുന്നതിൽ കാഞ്ഞിരപ്പുഴ ഡാമിനുള്ള പങ്ക് ചെറുതല്ല. പാലക്കാട് ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭാരതപ്പുഴയുടെ നദീതട പ്രദേശമാണ്. കേരളത്തിലെ 2ാമത്തെ നീളം കൂടിയ നദിയായ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദിയാണ് തൂതപ്പുഴ. തൂതപ്പുഴയുടെ കൈവഴികളിൽ ഒന്നാണ് കാഞ്ഞിരപ്പുഴ. ഡാമിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഉദ്യാനമുള്ളത്. വാക്കോടൻമലയുടെ പശ്ചാത്തലത്തിലുള്ള കാഞ്ഞിരപ്പുഴ ഡാമും കാഞ്ഞിരപ്പുഴ ഉദ്യാനവും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിക്കഴിഞ്ഞു. പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ മണ്ണാർക്കാട് നിന്നും 12 കിലോമീറ്ററാണ് കാഞ്ഞിരപ്പുഴ. പാലക്കാട് കോഴിക്കോട് ഹൈവേയിലെ തച്ചമ്പാറയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് എത്താം. ഡാമിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറാനുള്ള വഴിയാണ് കാണുന്നത്. ഇപ്പോൾ ഡാമിൻ്റെ മുകളിലേക്കുള്ള വഴിയാണ് കാണുന്നത്. മുകളിലേക്ക് കയറാനുള്ള പടികൾ. 3 ഷട്ടറാണുള്ളത് ഡാമിന്. നമ്മളിപ്പോൾ ഡാമിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. ഇവിടെ നല്ല വ്യൂ അടിപൊളിയാണ് ഡാമിൻ്റെ. അഗളി കുന്നുകൾക്ക് സമീപമാണ് ഈ കാഞ്ഞിരപ്പുഴ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ജലാശയത്തിൻ്റെ 3 വശവും വൻ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. മലയുടെ താഴ്ഭാഗങ്ങൾ നിത്യഹരിത വനങ്ങളായ വെറ്റിലച്ചോല എന്നാണ് അറിയപ്പെടുന്നത്. കാഞ്ഞിരപ്പുഴയിലാണ് ഡാം. പിന്നെ ഇതിൻ്റെ ഉണ്ടെങ്കിൽ കനാലിലേക്ക് കയ്യിലല്ല. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുന്ന തോന്നുന്നു. അതിനടുത്തേക്ക്